വയസ്സുള്ള രണ്ട് കുട്ടികളെ രണ്ട് കുട്ടികളെ ഈ ലോകത്ത് തനിച്ചാക്കിക്കൊണ്ട് ഒരു അമ്മ ആത്മഹത്യക്ക് ശ്രമിക്കണമെങ്കിൽ എത്രമാത്രം മാനസികമായിട്ട് ആ പെൺകുട്ടി അനുഭവിക്കുന്നതെന്ന് ഊഹിക്കാവുന്നതില്ല. ഏതൊരു കോമൺ ഒരു ബുദ്ധിയുള്ള മനുഷ്യന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. രണ്ട് പറക്കം വിട്ടാത്ത കുഞ്ഞുങ്ങൾ 4ഉം 6ഉം ഇപ്പോഴും ആ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല ഞങ്ങളുടെ ഉമ്മ ഈ ലോകത്ത് ഇല്ല, മരിച്ചു പോയിട്ടുണ്ടെന്ന് ആ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. കുട്ടീനെ ഖുർആൻ പിടിച്ച് സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കാൺതൂർ അമ്പലത്തിലേക്ക് വരും. ആ കുട്ടിയുടെ നിരപരാധിത്വത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ പറയുന്ന എല്ലാ മാർഗങ്ങളും ആ കുട്ടി സ്വീകരിച്ചിട്ടുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്. അങ്ങനെയുള്ള വിശ്വാസിയായ ആ കുട്ടി കാൺതൂർ അമ്പലത്തിലേക്ക് വരെ പോയിട്ട് സത്യം ചെയ്യാൻ തയ്യാറായിരുന്നു. കാരണം അവളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊരു പെൺകുട്ടീനെ, അത് 24 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വെച്ച് 1.5 മണിക്കൂർ നിങ്ങൾ എന്തിനാണ് ചോദ്യം ചെയ്തത്? മോഷണമല്ല, നടന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ കുട്ടീനെ നിങ്ങൾ ഇവിടെ വിളിച്ചു വരുത്തി 1.5 മണിക്കൂർ ചോദ്യം ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ SI ആദ്യം ഉത്തരവുണ്ടായില്ല. പിന്നീട് അവർ ന്യായീകരിച്ചതെന്ന് പറഞ്ഞെങ്കിൽ ആ വീട്ടിലേക്ക് ഈ കുട്ടി വരാറുണ്ടായിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചതാണെന്നാണ് പറഞ്ഞത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 4ഉം 6ഉം വയസ്സുള്ള രണ്ട് കുട്ടികളെ ഈ ലോകത്ത് തനിച്ചാക്കിക്കൊണ്ട് ഒരു അമ്മ ആത്മഹത്യക്ക് ശ്രമിക്കണമെങ്കിൽ എത്രമാത്രം മാനസികമായിട്ട് ആ പെൺകുട്ടി അനുഭവിക്കുന്നതെന്ന് ഊഹിക്കാവുന്നതില്ല. ഏതൊരു കോമൺ ഒരു ബുദ്ധിയുള്ള മനുഷ്യന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. രണ്ട് പറക്കം വിട്ടാത്ത കുഞ്ഞുങ്ങൾ 4ഉം 6ഉം ഇപ്പോഴും ആ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല ഞങ്ങളുടെ ഉമ്മ ഈ ലോകത്ത് ഇല്ല, മരിച്ചു പോയിട്ടുണ്ടെന്ന് ആ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴും അറിയാനുള്ള പ്രായമായിട്ടില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ഒരു സ്ത്രീ മരണം തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്. അതിന് ഉത്തരവാദികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നാടും ഈ എല്ലാവരും ജാതിഭേദമന്യേ എല്ലാവരും ഇപ്പോൾ ഇന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു പിഞ്ചു പൈതങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരു അമ്മയെ ആരാണ് ഈ മരണത്തിലേക്ക് തള്ളിവിട്ടത്? അത് ഞങ്ങൾക്ക് അറിയണം, നാടിനറിയണം. വീട്ടുകാർക്കുള്ള സംശയം വീട്ടുകാർക്കെന്ന് മാത്രം പറയരുത്, ഞങ്ങൾക്ക് നാട്ടുകാർക്ക് മൊത്തമുള്ള സംശയം എന്ന് പറയുന്നത് ഇത് അവൾ മരിച്ചതല്ല, അവളെ കൊന്നതാണ്. ഒരാൾ ഈ മരണം തിരഞ്ഞെടുക്കുന്നത് എന്താ? പെട്ടെന്നുള്ളൊരു ബുദ്ധിമോശം കാണിക്കാന്നൊക്കെ. ആത്മഹത്യ തന്നെ പെട്ടെന്നുള്ളൊരു ബുദ്ധിമോശത്തിന് തൂങ്ങിയിരിക്കലോ അല്ലെങ്കിൽ വിഷം കഴിക്കലോ ഒക്കെയാണ്. ഇതങ്ങനല്ല, ആ കുട്ടി അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. തന്നെ ഈ പറയുന്ന മോഷണ കുറ്റം ആരോപിച്ച ആളുടെ അമ്മയും അമ്മയുടെ ഒരു പെൺസുഹൃത്തും പിന്നെ ഭർത്താവിൻ്റെ അമ്മയും പെങ്ങളും 4 പേരും വന്നാൽ വീട്ടിൻ്റെ മുമ്പിൽ വെച്ച് ബഹളം ഉണ്ടാക്കുകയും അതിൻ്റെ പേരിലുണ്ടായ മാനസികമായിട്ടുള്ള അതിനു മുമ്പ് ഒരുപാട് ഈ കുട്ടി അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഈ കുട്ടീനെ ഖുർആൻ പിടിച്ച് സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കാൺതൂർ അമ്പലത്തിലേക്ക് വരും. ആ കുട്ടിയുടെ നിരപരാധിത്വത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ പറയുന്ന എല്ലാ മാർഗങ്ങളും ആ കുട്ടി സ്വീകരിച്ചിട്ടുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്. അങ്ങനെയുള്ള വിശ്വാസിയായ ആ കുട്ടി കാൺതൂർ അമ്പലത്തിലേക്ക് വരെ പോയിട്ട് സത്യം ചെയ്യാൻ തയ്യാറായിരുന്നു. കാരണം അവളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട്. ഈ 2 പേർ ഒന്നിച്ചു വന്നു എന്ന് പറഞ്ഞല്ലോ, ഈ മോഷണം ആരോപിച്ചവരും ഭർത്താവിന്റെ വീട്ടുകാരും ഒന്നിച്ചു വന്നത്, അതില് നാട്ടുകാർക്ക് സംശയമുണ്ട്. കാരണം സംശയിക്കാൻ ഞങ്ങൾ ആദൂർ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ആദൂർ പോലീസ് ആദ്യം പറയുന്നത് ഞങ്ങളോട് എന്താ പറയുക, 9.5 പവനാണ് മോഷണം പോയി എന്ന് പറഞ്ഞാൽ പരാതി തന്നത്. ഈ മരണം കഴിഞ്ഞതിന് ശേഷം 9.5 പവന് പെട്ടെന്ന് അതൊരു 5.5 പവനായി മാറി. അപ്പോൾ പലരും ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് ഞങ്ങൾക്ക് ഉള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ആഭരണം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ വാങ്ങിയ ആഭരണമാണെങ്കിൽ അതിൻ്റെ തൂക്കം നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോൾ അവരുടെ ആഭരണം നഷ്ടപ്പെട്ടതിന് കൃത്യമായി തൂക്കം അവർ പറയില്ലേ? അപ്പോൾ അതിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ അവിടെ തന്നെ അതൊരു കള്ളക്കേസാണ്. അതുമാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്റ്റേഷനിലെ SHOയോട് ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഇത് അന്വേഷിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? അപ്പോൾ SHO ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ പരാതി കിട്ടി അന്വേഷിച്ചിരുന്നു, ഈ വീട്ടിൽ പോയിരുന്നു. ഞങ്ങളവിടെ പോയപ്പോൾ സെൽഫ് കുത്തി തുറന്നിട്ടില്ല, വീട് കുത്തി പൊളിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അന്വേഷണത്തിന് ഞങ്ങൾക്ക് ബോധ്യമായി ഇതൊരു മോഷണമല്ല, ഒരു മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഞങ്ങൾ പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ല. അപ്പോഴേക്കും ഞങ്ങൾ SHOയോട് ഞങ്ങൾ ചോദിച്ചു, എങ്കിൽ സാറേ എന്തിനാണ് സാറേ നിങ്ങളൊരു പെൺകുട്ടീനെ, അത് 24 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വെച്ച് 1.5 മണിക്കൂർ നിങ്ങൾ എന്തിനാണ് ചോദ്യം ചെയ്തത്? മോഷണമല്ല, നടന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ കുട്ടീനെ നിങ്ങൾ ഇവിടെ വിളിച്ചു വരുത്തി 1.5 മണിക്കൂർ ചോദ്യം ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ SI ആദ്യം ഉത്തരവുണ്ടായില്ല. പിന്നീട് അവർ ന്യായീകരിച്ചതെന്ന് പറഞ്ഞെങ്കിൽ ആ വീട്ടിലേക്ക് ഈ കുട്ടി വരാറുണ്ടായിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചതാണെന്നാണ് പറഞ്ഞത്. വേറെ എന്തെങ്കിലും? ഈ ജസീലയെ തന്നെ അവർ ആരോപിക്കാനുള്ള കാരണം വേറെന്തെങ്കിലും പോലീസ് പറഞ്ഞോ? പോലീസ് ഇത്രയും ഇപ്പം മരണപ്പെട്ട് 5 ദിവസം കഴിഞ്ഞു, ഇതുവരെ പോലീസ് വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. ഞങ്ങൾ അന്വേഷണത്തിലാണെന്ന് പറഞ്ഞ് ഏതുവരെ അന്വേഷിക്കാൻ, പ്രതികളെ മുഴുവൻ രക്ഷപ്പെടാൻ
വിട്ടുകൊണ്ട് അവരെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണോ? ഈ ആ വീട്ടിൽ ചെല്ലാറുണ്ടെന്ന് ഒറ്റ കാരണത്തിന്റെ പുറത്താണോ ജസീലെ ഇങ്ങനെ? ആ ഒരൊറ്റ കാരണമാണ് SHO പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ കുട്ടി ആ വീട്ടിലേക്ക് ചെല്ലാറുണ്ട്. കുട്ടിക്ക് ചെല്ലുന്നതിന് എന്താ കാരണം? 400 മീറ്റർ ദൂരെയുള്ള അയൽവാസിയാണ് ഈ കുട്ടി, സ്വാഭാവികമായിട്ട്. പക്ഷെ എന്നിട്ട് SHO ഒന്നും കൂടി പറയുന്നുണ്ട്, ഞങ്ങൾ ആ കുട്ടീനെ 1.5 മണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങൾക്കറിയാം അവരുടെ ബോഡി ലാംഗ്വേജ് എന്നൊക്കെ നമുക്കറിയാം. ഒരാൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം. പക്ഷേ ആ കുട്ടിയിൽ നിന്ന് അങ്ങനെ യാതൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. ആ കുട്ടി മോഷ്ടിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാന്ന് ആരാണ് പറയുന്നത് അറിയോ? സ്ഥലം അന്വേഷിച്ച CI പറയുന്നത്, SHO. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പെട്ടെന്നുള്ളൊരു മരണമല്ല. ഈ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കി പോയ അന്ന് ഈ വീഡിയോ ചെയ്തതിന് ശേഷം ആ കുട്ടി ഉറക്ക ഗുളികയും ഈ ഉറുമ്പ് പൊടിയൊക്കെ കഴിച്ച ആദ്യവട്ട ആത്മഹത്യക്ക് അവർ ശ്രമിച്ചിട്ട് ആ മരണം സക്സസ് ആവാത്തത് കൊണ്ട് പിറ്റെന്ന് ഓട്ടോ വിളിച്ച് പോയി ഓട്ടോ ഡ്രൈവറെ കൊണ്ട് കീടനാശിയും പിന്നെ എലിവിഷം മേടിച്ച് വന്ന് കീടനാശി കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഉമ്മൂമ്മയുടെ വീട്ടിൽ പോയി അവിടുന്ന് എലിവിഷം കഴിച്ചിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്, ഹോസ്പിറ്റലായി എന്നിട്ട് മരണപ്പെട്ടിട്ടുള്ളത്. പക്ഷേ 10-14 മണിക്കൂറോളം ആ കുട്ടി ലൈവായിട്ട് മരണത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ആ കുട്ടി അത്രമാത്രം മാനസികമായിട്ട് പീഡിക്കപ്പെട്ടിക്കൊണ്ടിരുന്നു. ഇത് ഒരു ദിവസം എന്നല്ല, ഈ വന്ന് പ്രശ്നമൊന്നുമല്ല, ഇത് ഒരുപാട് മാസങ്ങളുടെ തുടർച്ചയായിട്ടാണ് അന്ന് കൂടുതലും ഉണ്ടായ ഒരു സംഭവം മാത്രമാണ്. പക്ഷേ മാസങ്ങളായിട്ട് ആ കുട്ടി പീഡിക്കപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ്. ഇപ്പം ജസീലയുടെ ബന്ധു കൂടിയാണ് താങ്കൾ. ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ജസീലയെ ബന്ധപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? വീഡിയോ ജസീല പങ്കുവച്ചതിന് ശേഷം അങ്ങനെ ജസീല മരിക്കുന്നതിന് മുന്നേ ഒരു വീഡിയോ പങ്കുവച്ചായിരുന്നല്ലോ, അത് കണ്ടപ്പോഴാണോ നിങ്ങൾക്കും നമുക്ക് അറിഞ്ഞത്? അത് കണ്ടപ്പോൾ തന്നെ ആ വീഡിയോ കണ്ട് നിങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിഞ്ഞ് വിളിച്ചിരുന്നോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ ജസീലെ? ഇല്ല, അതിനുശേഷം നമ്മൾ വിളിച്ചിരുന്നില്ല. പക്ഷേ നമ്മൾ പിന്നെ ഹോസ്പിറ്റലിലേക്കെല്ലാം എത്തിച്ചത് നമ്മളാണ്. നമ്മളെ വീട്ടിലേക്ക് ഇത് കഴിച്ചിട്ട് വന്നതാണ്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരുന്നു. നിങ്ങൾ എങ്ങനെയായിരുന്നു അറിയുന്നത് മരണം? നമ്മൾ അറിയുന്നത് ഹോസ്പിറ്റലിൽ എത്തിയ പിന്നെയാണ് എലിവേഷൻ കഴിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത്. പോലീസുകാർ എൻക്വയറി ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് അറിയുന്നത്. എങ്ങനെ അവശ്യ നിലയിലാണോ കണ്ടെത്തിയത്? എങ്ങനെയായിരുന്നു? അവശ്യ നിലയിലാണ്. അപ്പോഴും നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചതാണ് അല്ലെങ്കിൽ മരണത്തിലേക്ക്? ഇല്ല, അപ്പോൾ നമുക്കൊന്നും മനസ്സിലായിട്ടുണ്ടായില്ല. പക്ഷെ ഇവള് പിന്നെ പോലീസുകാർ വന്നിട്ടാകുമ്പോൾ അടുത്ത ഡോക്ടർമാർ പോലീസുകാരെ വിളിച്ചിട്ടാകുമ്പോൾ പിന്നെ പോലീസുകാരോട് പറഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് എലിവേഷം കഴിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ജീവനുണ്ടായിരുന്നു. അത് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് 5 ദിവസം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. ഈ ആശുപത്രിയിൽ വെച്ച് നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചിരുന്നു? ഇല്ല, ഇതിനെ പറ്റി ഒന്നും സംസാരിക്കാൻ പിന്നെ സംസാരിച്ചില്ല. ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഭർത്താവിന്റെ വീട്ടുകാരടക്കം അവിടെ എത്തി പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ആ സമയത്തൊക്കെ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്തായിരുന്നു ജസീല ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്? അവർ ജസീലാനെ സംസാരിക്കാൻ പിന്നെ കണ്ടില്ല. ഓരോ ICUലാക്കി പിന്നെ നമുക്കത് എന്തെന്ന് ചോദിക്കാൻ വരെ എല്ലാം പിന്നെ നമുക്ക് ലാസ്റ്റ് അറിയുന്നത് ഫോണ് വീഡിയോ കണ്ടിട്ടാണ്. ഈ വിഷയം നടക്കുന്നത് വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അവരെന്തായിരുന്നു പറഞ്ഞത്? ജസീല എന്തായിരുന്നു അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്? അവർക്ക് മാനസിക പീഡനം ആദൂർ സ്റ്റേഷനിൽ പോയിട്ടാകുമ്പോൾ ഉണ്ടായതാണ് വീട്ടുകാർ പറഞ്ഞത്.